വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പത്മകുമാറിന്റെ ഒരു പ്രതികരണമുണ്ട് എന്നുള്ളൊരു വിവരം പ്രശാന്ത് കൃഷ്ണ പറയുന്നുണ്ട്. അനന്തകൃഷ്ണൻ തുടരുകയും ചെയ്യുന്നുണ്ട്. അനന്തൻ, നമ്മൾ കണ്ടതുപോലെയല്ല, ചെറിയ തോതിലൊരു പ്രതികരണം ഉണ്ടായിരുന്നു. പറഞ്ഞത് എല്ലാം അയ്യപ്പൻ തീരുമാനിക്കട്ടെ എന്നായിരുന്നു. പൂജ, ഇപ്പോൾ നമ്മളുടെ ക്യാമറയിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ കണ്ടതാണ്, ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കുമ്പോൾ പത്മകുമാറിനെ മാധ്യമങ്ങൾ പൊതിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നേരെ മൈക്കുകൾ നീട്ടിയിരുന്നു. പ്രതികരണം ആരാഞ്ഞുകൊണ്ട് നിരവധി മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്ന ശബ്ദരേഖ ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ അദ്ദേഹം പറയുന്നതെല്ലാം അയ്യപ്പൻ തീരുമാനിക്കും എന്നാണ്. അപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണമൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇപ്പോഴും എനിക്കതിൽ പങ്കില്ല എന്നുള്ളൊരു നിലപാട് പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അയ്യപ്പനിൽ വിശ്വാസമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാണ് എന്നുകൂടി പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ് പത്മകുമാർ. നേരത്തെയും അദ്ദേഹം വിശ്വാസിയാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട അഭേദ്യമായ ചില വൈകാരിക ബന്ധങ്ങളുണ്ട് എന്നൊക്കെ വരുത്താൻ അദ്ദേഹം നേരത്തെ ശ്രമിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ആരോപണ വിധേയനായി കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുമ്പോൾ, കാരണം പത്മകുമാറിൻ്റെ അറസ്റ്റൊക്കെ നടക്കണമെങ്കിൽ അത്രയും ശക്തമായ തെളിവുകൾ അവരുടെ പക്കൽ വരാതെ SIT അങ്ങനെ ഒരു അറസ്റ്റ് നടത്തില്ല. കാരണം ഇഴകീറി പരിശോധിച്ച് ഓരോ തെളിവും പരിശോധിച്ച ശേഷമായിരിക്കും അറസ്റ്റ് എന്നുള്ള നിലപാടിലേക്ക് പോയിരിക്കുന്നത്. അതല്ലാതെ ഒരു രാഷ്ട്രീയ രക്ഷപ്പെടലിന് വേണ്ടിയിട്ടുള്ള അറസ്റ്റൊന്നും അല്ല ഇത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എത്രത്തോളം പറഞ്ഞു നിൽക്കാൻ ഇനി പത്മകുമാറിന് കഴിയുമെന്നുള്ള കാര്യം ഒരു വ്യക്തതയുമില്ല. കൂടുതൽ തെളിവുകൾ കോടതിയിലേക്ക് എത്തുമ്പോൾ അത് എന്താണ് കോടതിക്ക് മുന്നിൽ SIT നിരത്താൻ പോകുന്ന ചാർജ് ഷീറ്റ് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. ഏതായാലും പത്മകുമാറിനെ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനു മുൻപാണ് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കൂടി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തും. പക്ഷേ ജാമ്യാപേക്ഷ ഇന്ന് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുള്ള സാധ്യതയുമില്ല. കാരണം ഒരു ആർഗ്യുമെൻറ്റ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലാണ് ഹാജരാക്കുന്നതെങ്കിൽ ആർഗ്യുമെൻറ്റിന് സാധ്യതയില്ല. പക്ഷേ നേരത്തെ റാന്നി കോടതിയിലേക്ക് സംഭവിച്ചത് സമയം കഴിഞ്ഞിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ റാന്നി കോടതിയൊക്കെ പ്രതികളെ കൊണ്ടുവരുന്നത് കാത്തിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സമയം കഴിഞ്ഞിട്ടും. പക്ഷേ കൊല്ലം കോടതിയിൽ ഇനി മജിസ്ട്രേറ്റ് കോടതി മുറിയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സ്വാഭാവികമായും അത് രഹസ്യമായ നടപടികൾ തന്നെയായിരിക്കും. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ അതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ മറ്റ് അഭിഭാഷകർക്ക് പോലും പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ റിമാൻഡ് റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോഴായിരിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിൽ വ്യക്തത വരിക. പക്ഷേ മുഖ്യപ്രതിയാണ് എന്ന് SIT സംശയിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വിവരങ്ങൾ ആണ് ഇപ്പോൾ SIT നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ നിർണായകമായ പല വിവരങ്ങളും മാതൃഭൂമി ന്യൂസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്? അതിലൂടെ പത്മകുമാറിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇത്രയും വലിയ പങ്ക് ഈ വിഷയത്തിൽ പത്മകുമാറിന് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് SIT നീങ്ങിയിരിക്കുകയാണ്. പത്മകുമാറുമായി കൊല്ലത്തേക്ക് പോവുകയാണ്. ബാക്കി നടപടികളുണ്ട്. ഏറ്റവും നിർണായകമായ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു SIT.